തൃശ്ശൂരിൻ്റെ ചെറിയൊരു ഗ്രാമം. അവിടെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാർത്ത, കോടീശ്വരനായ രാഹുൽ ഒരു തൂപ്പുകാരിയെ വിവാഹം കഴിക്കുന്നു. ആനന്ദപുരം ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, ലക്ഷങ്ങളുടെ കാറുകൾ, കോടികളുടെ ബിസിനസ്സുകൾ, എന്നിട്ടും വിവാഹം ചെയ്യുന്നത് ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട തൂപ്പുകാരിയായ ദേവികയെ. ആദ്യം എല്ലാവരും അത്ഭുതപ്പെട്ടു. പണത്തിന് ഇത്രയും സമ്പന്നനായ ആൾ ഒരു തൂപ്പുകാരിയെയാണോ വിവാഹം കഴിക്കുന്നത് എന്ന് പരസ്പരം സംസാരിച്ചു. ഇതിന് പിന്നിൽ എന്തോ വലിയ കാര്യമുണ്ടാകും എന്ന് നാട്ടുകാർ തമ്മിൽ ചർച്ചകൾ ചെയ്തു. ഒരു വർഷം മുൻപ് രാഹുൽ ഗ്രാമത്തിലെ ഒരു ചാരിറ്റി പ്രൊജക്റ്റ് നോക്കുവാൻ വേണ്ടി ഗ്രാമത്തിലെത്തി. അവിടെ ചായക്കടയുടെ മുൻവശത്ത് കയ്യിലൊരു തൂപ്പുകുടവും ഒരു ചെറിയ വെള്ളക്കുപ്പിയും പിടിച്ച് ശുചീകരണം നടത്തുന്ന ഒരു പെൺകുട്ടിയെ അവൻ ആദ്യമായി കണ്ടു. മുഖത്ത് പാവപ്പെട്ട ശാന്തത, വസ്ത്രം മുഷിഞ്ഞത്, എങ്കിലും കണ്ണിൽ അമ്പരിക്കുന്ന ഒരു ആത്മവിശ്വാസം. രാഹുൽ അവളുടെ അരികിൽ പോയി ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൾ അതിന് മറുപടി പറഞ്ഞു, ദേവിക. രാഹുൽ അവളെ കണ്ടപ്പോൾ അവൾക്ക് സഹായം ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും അവൾ ഒരിക്കലും അത് സ്വീകരിച്ചില്ല. എനിക്ക് സഹായമൊന്നും വേണ്ട, ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുടുംബം നോക്കും. അവളിലെ ആ വാക്ക് രാഹുലിനെ ആകർഷിച്ചു. തോപ്പുകാരിയായിരുന്നെങ്കിലും ദേവിക MA ഇംഗ്ലീഷ് പാസ്സായിരുന്നു. അവളുടെ അച്ഛൻ മരിച്ചപ്പോൾ കുടുംബം തകർന്നു. അമ്മയ്ക്ക് രോഗം. അമ്മയ്ക്ക് മറ്റു ജോലികൾക്കൊന്നും പോവാൻ പറ്റാതെ ആയതോടെ അവൾ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടു തുടങ്ങി. ഈ സത്യം അവൾ രാഹുലുവിനോട് പറഞ്ഞു. രാഹുൽ പിന്നീട് അവളുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഒരു അമ്പരിപ്പിക്കുന്ന സത്യം അവന് മനസ്സിലായത്. ദേവികയുടെ അച്ഛൻ അവൻ്റെ സ്കൂളിലെ പ്രിയപ്പെട്ട മാഷായിരുന്നു. അവനെ ഒട്ടേറെ സഹായിച്ച അവൻ്റെ രാജേന്ദ്രൻ മാഷ്. ദേവികയിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവന് അവളോട് എന്തെന്നില്ലാത്തൊരു അനുകമ്പ തോന്നി. തൻ്റെ പ്രിയപ്പെട്ട മാഷിൻ്റെ മകളും ഭാര്യയും ഇന്ന് തെരുവിലാണ്. തന്നെ എത്രയോ സഹായിച്ച തൻ്റെ മാഷ്. അവൻ ഈ വിവരങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ഒരിക്കൽ എൻ്റെ പ്രിയപ്പെട്ട മാഷായിരുന്നു രാജേന്ദ്രൻ സാർ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ ഈ അവസ്ഥയിൽ ഞാൻ കണ്ടുവല്ലോ. നീ കഴിവുള്ളവളാണ്, നിന്റെ ജീവിതം ഇവിടെ നീ പാഴാക്കരുത്. അങ്ങനെ അവളെ അവൻ്റെ വലിയ ബിസിനസ്സിൽ ചേർക്കുവാൻ തീരുമാനിച്ചു. അവൻ്റെ ഓഫീസിൽ അവൾക്ക് ജോലി കൊടുത്തു. ദേവിക ഓഫീസിൽ ജോലിക്ക് കയറി. നല്ല പരിശീലനം അവൾക്ക് അവൻ നൽകി. അവളുടെ കഠിനപ്രയത്നവും ധൈര്യവും സ്വയം നിലകൊള്ളുന്ന സ്വഭാവവും രാഹുലിനെ ജീവിതത്തിൽ കൂടുതൽ അവളെ അടുപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാഹുൽ അവളോട് പുഞ്ചിരിയോടെ കൂടി തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട രാജേന്ദ്രൻ മാഷിൻ്റെ മകളെ ഞാൻ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമാണുള്ളത്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞു, ഒരു തൂപ്പുകാരിയായ എന്നെ ഈ നിലയിലെത്തിച്ചു. പക്ഷേ ഷാർ വിവാഹം കഴിക്കുന്ന അത്രയൊന്നും മാഹാത്മ്യമൊന്നും എനിക്കില്ല. രാഹുൽ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നിന്റെ അച്ഛൻ എനിക്ക് സഹായം മാത്രമല്ല ചെയ്തിരിക്കുന്നത്, എൻ്റെ ജീവൻ വരെ ഒരു നാൾ അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി റോഡിൽ കിടന്നപ്പോൾ ആ സമയത്ത് ആരും എന്നെ കാണാതെ പോയി. പക്ഷേ നിന്റെ അച്ഛനാണ് എന്നെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആ ജീവിതം തിരിച്ചു തന്നത്, എന്നെ ഇത്ര വലിയ കോടീശ്വരനാക്കിയതും എല്ലാം നിന്റെ അച്ഛൻ കാരണമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ട്. എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അതിനോട് എതിർപ്പുമില്ല. ഇതെല്ലാം കേട്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ അതിഗംഭീരമായി തന്നെ അവരുടെ വിവാഹ ചടങ്ങുകൾ നടന്നു. അതേ ഗ്രാമത്തിൻ്റെ ക്ഷേത്രത്തിൽ വളരെ ലളിതമായ ചടങ്ങിൽ ദേവിക സാധാരണ സാരിയിൽ, രാഹുൽ അതിഗംഭീരമായി തന്നെ അവിടേക്ക് വന്നു. നാട്ടുകാരെല്ലാം നോക്കി നിൽക്കെ ദേവിക പുഞ്ചിരിയോടെ ആ സ്റ്റേജിലേക്ക് കയറി. രാഹുൽ അവളുടെ കഴുത്തിൽ താലി ചാർത്തി.
അങ്ങനെ രാഹുലിൻ്റെ വധുവായി അവൾ ആ വലിയ കൊട്ടാരത്തിൽ കഴിഞ്ഞു. അവൾക്ക് കൂട്ടായി അവളുടെ അമ്മയും അവളുടെ അച്ഛൻ്റെ ഓർമ്മയും എല്ലാം ഉണ്ടായിരുന്നു. സന്തോഷത്തിൽ തന്നെ അവർ ആ വലിയ വീട്ടിൽ താമസിച്ചു.